അപ്പോൾ അളിയാതെ കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അല്ല, ഒരു കിടുക്കാച്ചി റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടാ. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ വൃത്തിയാക്കി വെച്ച കൊഞ്ചുണ്ട്, പിന്നെ ഉള്ളി കുനുകുന അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു തക്കാളി. നമ്മളത് റെഡിയാക്കാൻ ആദ്യം പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്ത് കടുക് തുരുതുരാ വാരിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് കടുക് പൊട്ടിത്തീരുന്നതിന് ശേഷം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് വാരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുഞ്ഞ് തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടാ, ഏറ്റവും ലോ ഫ്ലെയിമിൽ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വാരിയിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഫുള്ള് കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ആ ഉള്ളിയിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കുക, അടച്ചു വയ്ക്കുക. കുഞ്ഞ് തീയിൽ തന്നെ വെക്കണം കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അത് 2-3 ഇട്ട് കഴിഞ്ഞ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ 2 ടീസ്പൂണ് മുളക് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. എന്നിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമ്മൾ മല്ലിപ്പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുക. അത് നല്ലോണം ആ പച്ച മണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷവും നമ്മൾ സാധാരണ പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കൊഞ്ച് റോസ്റ്റാണ്, നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ നമ്മൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടാ. എന്നിട്ട് തുറന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഞെക്കി ഒന്ന് ഒതുക്കിയതിന് ശേഷം നമ്മൾ മസാല കറുകപ്പട്ട, വലിയ ജീരകം, ഗ്രാമ്പുമൊക്കെ ഇടിച്ച് ചതച്ചത് പൊടിച്ചത് അതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് അതിനകത്തോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മസാലയും ഉള്ളിയൊക്കെ നമ്മുടെ കൊഞ്ചിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ചെറിയ തീയിൽ തന്നെ വെച്ച് ചെയ്യണം കേട്ടോ ഇതെല്ലാം. എന്നിട്ട് നല്ലോണം മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ആയതിനു ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റോളം അടച്ച് തന്നെ വെക്കണം, ചെറിയ തീയിൽ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട കേട്ടോ. ആ കൊഞ്ചിലുള്ള വെള്ളം തന്നെ ഇതിനകത്ത് മതിയാവും. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കുക. മൊത്തം 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ചെയ്തത് റെഡിയായി വരും. പിന്നെ ഒരു 2 മിനിറ്റോളം തുറന്ന് വെച്ച് കഴിച്ച് റോസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ നമ്മുടെ ഐറ്റം റെഡിയാണ് കേട്ടോ. നല്ല പൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.